ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിലെടുത്തതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്. SSLC ഹിന്ദിയുടെ തന്നെ വൊക്കാബുലറി ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വിശേഷൻ ശബ്ദവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024 മുതൽ 2026 വരെയുള്ളതിൽ ഏതൊക്കെ വിശേഷൻ ശബ്ദങ്ങളാണ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ 2024 മാർച്ചിൽ വിശേഷൻ ശബ്ദ ചുൻകർ ലിഗോ എന്നതിനകത്ത് ഡോല്, ജഷൻ, ദൂസര, ബച്ച ഇതിനകത്ത് ദൂസരയായിരുന്നു ആൻസർ. സെക്കൻഡ്, എന്താണ് വിശേഷൻ ശബ്ദം? മിടുക്കിയായ കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടി എന്താണ്? ഒരു പേരാണ്, ഒരു നൗണാണ്. മിടുക്കിയായ എന്ന് പറയുന്നതാണ് എന്ത്? ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്ന ശബ്ദം. അതാണ് എന്ത്? മിടുക്കിയായ. അതാണ് വിശേഷൻ ശബ്ദം. അപ്പൊ രണ്ടാമത്തെ ആളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ എന്നതുകൊണ്ട്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഇതെല്ലാം എന്താണ്? വിശേഷൻ ശബ്ദമാണ്. സോ 2024 മാർച്ചിലെ ദൂസര എന്നതും 2024 മോഡൽ തന്ന പഹല എന്നതും എന്താണ്? വിശേഷൻ ശബ്ദമാണ്. ഇവിടെ ഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹാൻഡ് ആണ്. സ്റ്റേജ് തന്നെയാണ്. ദുനിയ എന്ന് പറഞ്ഞാൽ വേൾഡ് ആണ്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് എന്നതാണ് എന്ത്? വിശേഷ ശബ്ദമായിട്ട് 2024 മോഡൽ തന്നിരിക്കുന്നത്. ഇനി 2023 മാർച്ചിൽ ബഗീച്ച എന്താ? തോട്ടം. ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ? വേൾഡ്. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ. സാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം. സാരാ ദുനിയ എല്ലാം, വേൾഡിലെ എല്ലാം എന്ന മീനിങ്. സോ അതെന്താണ്? ആ വേൾഡിനെ വിശേഷിപ്പിക്കുന്നതാണ് എല്ലാം എന്നുള്ളതുകൊണ്ട്. സോ എന്താണ്? എല്ലാം എന്നത് എന്താ? വിശേഷൻ ശബ്ദം ആണ്. അടുത്തത് 2023 മോഡലിൽ കൊടുത്തതാണ് കാല പഹഡിയ. ഇതിലെ വിശേഷൻ ശബ്ദം ഏതാണ്? പഹഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മല എന്ന് കരുതി. മല എന്നാണ് മീനിങ്. കാല എന്ന് പറഞ്ഞ കറുത്ത കുന്ന്. സോ മല തന്നെയാണ്, അതിനെ വിശേഷിപ്പിക്കുന്നതാണ് കറുത്ത എന്ന മീനിങ് വെച്ച്, എന്ന വേർഡ് വെച്ച്. സോ കാല എന്താണ്? വിശേഷൻ ശബ്ദമാണ്. ഇനി ഒരു വരി തന്നിട്ടുണ്ട്. 2022 മോഡലിൽ ചോദിച്ചതാണ് ബൂട്ട മല്ലാഹ് ഗസൽ സുൻതാഹെ. ഇതിൽ വിശേഷൻ ശബ്ദം എന്താണ്? സുൻതാഹെ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഓക്കെ, സോ അതിനകത്ത് എന്താ? കേൾക്കുക. അതിനകത്ത് നത്തിങ് സ്പെഷ്യൽ. എന്താ? ഒരു വിശേഷിപ്പിക്കുക, ഒരു വിശേഷൻ ശബ്ദമൊന്നുമില്ല. ഗസൽ എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് പാട്ടാണ് ആക്ച്വലി. അതിനകത്തും അതിനെ വിശേഷിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മല്ലാഹ് എന്ന് പറഞ്ഞ ബോട്ടുകാരൻ, വയസ്സായ, വൃദ്ധനായ എന്നൊരു മീനിങ് വരും. സോ വൃദ്ധനായ എന്താണ്? അവിടെ ഒരു വിശേഷിപ്പിക്കുകയാണ്, ബോട്ടുകാരനെ വിശേഷിപ്പിക്കുകയാണ്, അയാൾ വൃദ്ധനാണ് എന്ന്. സോ വെറുതെ ബോട്ടുകാരൻ എന്ന് പറഞ്ഞാലും മതി. സോ വൃദ്ധനായ എന്ന് മീനിങ് വരുന്ന ബൂട്ടാണ് എന്ത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 2021 മാർച്ചിൽ ദുരൂഹ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ഓക്കെ. ദുരൂഹമായ ചക്രവ്യൂഹം എന്ന് പറയുമ്പോൾ ചക്രവ്യൂഹത്തെ ഒന്നും കൂടെ വിശേഷിപ്പിക്കുകയാണ്. സോ എന്താണ്? ദുരൂഹാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് വിശേഷൻ ശബ്ദം എഴുതണം. ടൂട്ട പഹിയ. പഹിയ എന്ന് പറഞ്ഞാൽ വീൽ. ടൂട്ട എന്ന് പറഞ്ഞാൽ പൊട്ടിയ, ബ്രോക്കൺ വീലാണ്. ബ്രോക്കൺ വീലെന്ന് മതി, ഇനി ബ്രോക്കൺ ഒന്നും കൂടെ അതിനെ വിശേഷിപ്പിക്കുകയാണ്. സോ ടൂട്ട എന്ന് പറഞ്ഞാലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈ 2020 മാർച്ചിൽ ഏതൊക്കെയാണ്? നമ്മൾ കാല പഹഡിയെ കുറച്ച് ചോദിച്ചില്ലേ? സെയിം കാല. ഗിലോങ്കി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേ. ദിമാഗ് നമുക്കറിയാം, ഗേന്ദ് നമുക്കറിയാം. സോ എന്താണ്? കാലയാണ് ഇവിടെ ആൻസർ ചെയ്തത്. മറ്റേ രണ്ടും എന്താണ്? നൗണിൽ വരുന്നത്. ഇനി ഭയാനക പങ്ക്തി എന്ന് പറഞ്ഞാൽ ലൈൻസ്. പേടിപ്പിക്കുന്ന മീൻസ് അതായത് പേടിപ്പിക്കുന്ന എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ പേടിപ്പിക്കുക എന്നതാണ് എന്ത്? വിശേഷൻ ശബ്ദം. ലൈൻസോ മതി, പേടിപ്പിക്കുന്ന ലൈൻസ്, മനോഹരമായ ലൈൻസ്. ഇപ്പോൾ മനോഹരം എന്താണ്? വിശേഷൻ ശബ്ദമാണ്. സോ ഇതുപോലെയാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരിക. സോ ഈ 2020 വരെ ഉള്ള ക്വസ്റ്റ്യൻസ്, 2020 തൊട്ടാണ് ഈ ഒരു ട്രെൻഡ് വന്നത് കേട്ടോ. അതിന് മുമ്പ് ഈ ട്രെൻഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ 2020 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതുവരെ ചോദിച്ചിട്ടുള്ള വിശേഷൻ ശബ്ദം നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോ ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഈ കാലയൊക്കെ റിപ്പീറ്റഡ് ആണ്. കാല പഹഡിയ എന്നൊക്കെ ചോദിച്ചാൽ റിപ്പീറ്റഡ് ആണ്. ഇത് റിപ്പീറ്റഡ് ആണ്. സോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പഠിക്കുക.
എന്താണ് ഇതെന്നുള്ളത് മൊത്തത്തിൽ പഠിക്കുക. സോ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഓൾ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.